മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയന്റെ വീട്ടിൽ, അതായത് പിണറായി വിജയന്റെ വഴുതക്കാടുള്ള വാടക വീട്ടിൽ ഒരു റെയ്ഡിന് രാവിലെ എത്തിയിരുന്നു. ആ റെയ്ഡ് ഒരു വൈകുന്നേരം വരെ നീളുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതിനുശേഷം വലിയ രീതിയിൽ തന്നെ CPM പ്രവർത്തകരും അതോടൊപ്പം തന്നെ SFI പ്രവർത്തകരും അടക്കം ED വന്ന 3 വാഹനങ്ങൾ അടിച്ചു തകർത്ത് ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അവരെ വധിക്കാനുള്ള ഒരു നീക്കം CPMന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. അതിനുശേഷം അന്ന് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ ഈ CPM നേതാക്കൾ എല്ലാ കാലത്തും നടത്തുന്ന പോലെയുള്ള വാഗ്ദാനങ്ങൾ നൽകി. റഹീമൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. ആ ഡ്രൈവറുടെ വാഹനം നമ്മൾ ശരിയാക്കി കൊടുക്കും, അവർക്ക് എന്തൊക്കെയാണ് നഷ്ടങ്ങൾ സംഭവിച്ചത് അതെല്ലാം തന്നെ പാർട്ടി ഏറ്റെടുക്കും. കാരണം ആ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകനാണ്, CPMന്റെ തന്നെ പാർട്ടി പ്രവർത്തകനാണ്, അത് ഘടകകക്ഷിയായ CPMന്റെ ഘടകകക്ഷിയായ ഒരു പാർട്ടി പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ വാഗ്ദാനങ്ങളും, അവർക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും പാർട്ടി തന്നെ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു വാഗ്ദാനം അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ റഹീമും കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ഗോവിന്ദൻ, അത് MV ഗോവിന്ദൻ അടക്കമുള്ളവർ നൽകിയതാണ്. അതിനുശേഷം പിന്നെ ഇവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡ്രൈവർ CPM നേതാക്കളെയൊക്കെ വിളിക്കുന്ന സമയത്ത് പിന്നെ ഇവർ ഫോണൊന്നും എടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ അന്നന്ന് ജീവിക്കാനുള്ള ഒരു പണം പോലും ഇല്ലാതെ വന്നപ്പോൾ ഈ കാർ ഡ്രൈവർ ഇപ്പോൾ പെയിന്റ് പണിക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. നിലവിൽ ഈ വാർത്ത ഇപ്പോൾ വീണ്ടും പുറത്തു വന്നതോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കാര്യത്തിൽ, അതായത് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയും അതോടൊപ്പം തന്നെ CITU ഓട്ടോ ടാക്സി യൂണിയൻ പ്രസിഡന്റുമായ ശ്യാംരാജിന്റെ കാറ് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയുള്ള എല്ലാ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിൻ യൂണിറ്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ശ്യാംരാജിന് സഹായം നൽകുമെന്ന് CPMന്റെ പ്രഖ്യാപനം നടപ്പാക്കാതെ ഇരുന്നതിനെ തുടർന്നാണ് ED നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചത്. നേരത്തെ CPM നേതാക്കൾ തന്നെ ശ്യാംരാജിന് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു നൽകാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ED ഇടപെടാതിരുന്നത്. പക്ഷേ അത് CPM നേതാക്കൾ പറഞ്ഞു പറ്റിക്കും എന്ന് EDയുടെ ഉദ്യോഗസ്ഥർ ഒരിക്കലും കരുതിയില്ല. കാരണം അവർക്ക് വേണ്ടി വന്നതാണ് ഈ ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെ. അപ്പോൾ അവർക്ക് എല്ലാ തരത്തിലുമുള്ള സാമ്പത്തിക സഹായം ചെയ്തു നൽകാമെന്ന് പാർട്ടി പറഞ്ഞതോടുകൂടിയാണ് ED ആ കാര്യത്തിലേക്ക് ഇടപെടാതെ നിന്നത്. പക്ഷേ ഇപ്പോൾ അവരെ പറഞ്ഞു പറ്റിക്കുന്നു എന്നത് EDക്ക് ഇപ്പോൾ മനസ്സിലായതോടുകൂടിയാണ് ED തന്നെ നേരിട്ട് അവർക്ക് വേണ്ടിയുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകി. വാഹനം ഇപ്പോൾ നിലവിൽ വർക്ക്ഷോപ്പിലാണ്. അതിപ്പോൾ 1,80,000 രൂപയാണ് ആ വാഹനം എല്ലാം കൂടെ ആ അറ്റകുറ്റപ്പണിയെല്ലാം ചെയ്ത് ഗ്ലാസ് ഒക്കെ മാറ്റി ഒന്ന് പുത്തനാക്കി പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ഷോറൂമിൽ നിന്ന്, അതായത് വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ 1,80,000 രൂപ അടുപ്പിച്ചാവും. അതെല്ലാം നൽകിക്കൊണ്ട് കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തെത്തിക്കാം എന്നൊരു നീക്കമാണ് ED ഉദ്യോഗസ്ഥർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച മറ്റ് 2 വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ വന്ന അധിക ചെലവും വഹിക്കുമെന്ന് ED നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ശ്യാംരാജിന്റെ കാറിന്റെ ഫിറ്റ്നസ് ആക്രമണത്തിന് 2 ദിവസം മുമ്പ് അവസാനിച്ചതിനാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിച്ചിരുന്നില്ല. അതിനാൽ അറ്റകുറ്റപ്പണിക്കായി ചെലവായ മുഴുവൻ തുകയും നൽകാൻ തയ്യാറാണെന്നും ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കാമെന്ന് ED ഡെപ്യൂട്ടി ഡയറക്ടർ സിമി അറിയിച്ചിരിക്കുകയാണ്. മേയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധനയ്ക്കായി എത്തിയ ED സംഘം ശ്യാംരാജിന്റേത് ഉൾപ്പെടെ 3 ടാക്സികളിലാണ് യാത്ര ചെയ്തത്. അന്നുണ്ടായ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ശ്യാംരാജിന്റെ വാഹനത്തിനായിരുന്നു. അറ്റകുറ്റപ്പണിക്കായി ചെലവായ 1,80,000 രൂപ അടയ്ക്കാൻ കഴിയാത്തതിൽ വാഹനം ഇതുവരെ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തിറക്കാനായിട്ടില്ല. വായ്പാ ബാധ്യതയെ തുടർന്ന് വാഹനം ജപ്തി ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് EDയുടെ ഒരു നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായത്. ഇനി CPMന്റെ ആ ഒരു കപട വാഗ്ദാനം ഇനി വേണ്ട, ആ വാഹനം നമ്മൾ തന്നെ ഇറക്കി ശ്യാംരാജിന് കൊടുത്തോളാമെന്നാണ് EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഇപ്പോൾ പറയുന്നത്. ഉപജീവനത്തിനായി നിലവിൽ ശ്യാംരാജ് പെയിന്റിംഗ് ജോലിക്ക് പോവുകയാണ്. ഇതെല്ലാം ഇന്നലെ കൂടെ വലിയ രീതിയിലുള്ള വാർത്ത വന്നതോടുകൂടിയാണ് ഇതിൽ വീണ്ടും ED ഉദ്യോഗസ്ഥർ ഇടപെട്ട് ശ്യാംരാജിന് വേണ്ട എന്ത് സാമ്പത്തിക സഹായവും EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ആ വാഹനം എത്രയും പെട്ടെന്ന് വരും ദിവസങ്ങളിൽ വർക്ക്ഷോപ്പിൽ നിന്നും അറ്റകുറ്റപ്പണി ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള എല്ലാ നീക്കവും EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ED ഇപ്പോൾ കർശനമായ ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതിനുവേണ്ട വർക്കുകൾ ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്നും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്.